സെബിന്റെ ഐറ്റം ഇറക്കാനുള്ള ടൈം ആയിരിക്കുകയാണ്. അതെന്താന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒരു ചെറിയ സാധനം നമ്മുടെ ഈ ടേബിളിന്റെ പൊക്കത്തുണ്ട്. അത് വർക്ക് ചെയ്യുന്ന ഒരു സാധനമാണ്. നമ്മുടെ വീട്ടിലെ വാഷിംഗ് മെഷീനാണ് ഈ ടേബിളിന്റെ പൊക്കത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ എത്ര പേര് വിശ്വസിക്കും? വർക്ക് ചെയ്യുന്ന ഒരു വാഷിംഗ് മെഷീൻ ഈ ടേബിളിന്റെ പൊക്കത്തിലുണ്ട്. ഈ ഇരിക്കുന്ന ബോക്സിന്റെ അകത്ത് വർക്ക് ചെയ്യുന്ന വാഷിംഗ് മെഷീൻ, തുണി അലക്കാൻ പറ്റുന്ന ഒരു വാഷിംഗ് മെഷീനാണ് നമ്മുടെ സെബിൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അടിപൊളി അടിപൊളി. വളരെയധികം സംശയമുള്ള ഒരു കാര്യമാണ്. ഇത്രയും ചെറുത് വാഷിംഗ് മെഷീനകത്ത് എങ്ങനെയാണ് തുണിയിട്ട് അലക്കാന്നുള്ളത്. അത് വർക്ക് ചെയ്ത് കാണിക്കാവോ? തീർച്ചയായിട്ടും ചെയ്യും. നമ്മുടെ വീട്ടിലെ സെമി ഓട്ടോമേറ്റഡ് പോലെ തന്നെ ഞാൻ വർക്ക് ചെയ്ത് കാണിക്കാം. അമ്മമാരാണെങ്കിൽ ആരെങ്കിലും എടുത്തിരുന്ന പോലെ തന്നെ ഞാൻ കാണിക്കാം. ഓക്കെ, ഇത് ഞാൻ തന്നെ കണ്ടോട്ടെ. ഞാൻ തൊട്ട് ഇത് ലോകത്തിലെ ഏറ്റവും ചെറിയ വാഷിംഗ് മെഷീൻ ആണ് ഇപ്പം എന്റെ കൈവെള്ളക്കകത്തിരിക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ എഞ്ചിനീയർ ആണ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് അച്ചീവ്. അത് ഞാൻ മാത്രമേ ഇത് അച്ചീവ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, നമുക്കിനി ഇത് വർക്ക് ചെയ്യാം. ടോപ്പ് ലോഡ് ആണ്. അതെ അതെ, നമുക്കിത് ഇതാണ് ക്ലോത്ത്. പീസ് ഓഫ് ക്ലോത്ത് ഇസ് ഹിയർ. അതിനകത്ത് പൗഡർ ഒക്കെ ഡിറ്റർജന്റ് ഒക്കെ ഉണ്ട്. ഫുൾ പണിയാണ്. ആദ്യം നമ്മൾ ഇതിന്റെ ക്ലോത്തിന്റെ അകത്തോട്ടൊന്ന് ഇടുവാണ്. ആദ്യം നമ്മൾ വീട്ടിൽ ചെയ്യുന്ന പോലെ ക്ലോത്ത് ഇട്ടു. പിന്നെ ഡിറ്റർജന്റ് നമ്മൾ സ്പൂൺ വെച്ചിട്ടു. അത് മേളിൽ തന്നെയല്ലേ ഇടണ്ടേ? അതെ അതെ, മേളിൽ തന്നെ ഇട്ടു. പിന്നെ നമ്മള് വെള്ളം അങ്ങ് ഒഴിക്കുകയാണ്. വെള്ളം ഒഴിച്ചു. ഒരു മിനിറ്റ്, ഇതുണ്ടോ ഈ കാണുന്ന ചെറിയൊരു ബട്ടണിലതാ നോക്കണേ, കറങ്ങി വർക്ക് ചെയ്യുന്നുണ്ട്. അലക്കി തുടങ്ങി, വാഷിംഗ് മെഷീൻ അലക്കി തുടങ്ങി. കാണാൻ പറ്റും. എനിക്കത് ഭയങ്കര മൈന്യൂട്ട് ആയതുകൊണ്ടാണ് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഞാൻ ഇതൊന്ന് എടുത്തോട്ടെ, ഒന്ന് പിടിച്ചോ. നിങ്ങൾ കാണുന്നുണ്ടോ? ഇതാണ് ഇതുണ്ട്, ഒരു കുഞ്ഞു ബട്ടൺ ഉണ്ട്. ഈ ബട്ടണിൽ ഞാൻ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും അകത്തിടുന്ന തുണി അലക്കിക്കൊണ്ടിരിക്കുക. ആൻഡ് ഈ ഒരു ചെറിയൊരു ടണലിൽ കൂടിയാണ് സാധാരണ വെള്ളം പോകുന്ന പോലെ ഇതിന്റെ വെള്ളവും പോകുന്നത്. കാണിച്ചു തരാവേ. ദൈവം, ലോകത്തെ ഏറ്റവും ചെറിയ വാഷിംഗ് മെഷീൻ ഇപ്പൊ എന്റെ കയ്യിലിരുന്ന് വർക്ക് ചെയ്യുന്നു. അടിപൊളി അടിപൊളി. ഇതിനല്ല ഗിന്നസ് വേൾഡ് റെക്കോർഡും കിട്ടുമോ എന്തോ? ഏറ്റവും ചെറിയ വാഷിംഗ് മെഷീനിൽ തുണി അലക്കി എന്ന് പറഞ്ഞ് വേണേ തപ്പി നോക്കാം അല്ലേ? എനിക്ക് റെക്കോർഡ് കിട്ടിയാലോ? ആൻഡ് ഇത് ലഹരിക്കെതിരെ ഉള്ളൊരു പോരാട്ടമായിരുന്നു, ഒരു ക്യാമ്പയിനിങ് ആയിരുന്നു അത്. അതെ അതെ, തീർച്ചയായിട്ടും എന്റെ വലിയൊരു ആഗ്രഹമാണ് ലഹരിക്ക് പുറകെ പോകാതെ യുവജനങ്ങളെല്ലാം ഈ ഇലക്ട്രോണിക്സ് ഫീൽഡ് ആയാലും അഗ്രികൾച്ചർ ഫീൽഡാണ്, ഏത് ഫീൽഡ് ആയാലും ഇപ്പം പലരും നമ്മുടെ സൊസൈറ്റിയിൽ ഇറങ്ങിയാൽ തന്നെ നമുക്ക് ഏത് ഫീൽഡ് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ അതിൻ്റെ വെച്ച് നമ്മളിപ്പം ഇങ്ങനെയുള്ള കണ്ടുപിടുത്തങ്ങൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തെ നമ്മൾ പ്രതികരിച്ചപ്പോൾ നമ്മൾ ചൈനയിൽ നിന്ന് എല്ലാ സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യുവാണ്. അപ്പോൾ നമ്മുടെ തന്നെ യുവജനങ്ങൾ നമ്മളിങ്ങനെ എഞ്ചിനീയർ, ഇപ്പം ഞാനാണെങ്കിൽ സ്വന്തമായിട്ടൊരു 3 പ്രൊജക്ട് ചെയ്യുന്നുണ്ട്. ഒരു പ്രൊജക്ട് പേറ്റന്റ് എടുത്തു. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടി ചെയ്യുന്ന സേവനങ്ങളാണ്. അപ്പൊ നമ്മളിപ്പം റിപ്പബ്ലിക്കിൽ പങ്കെടുക്കുകയാണെങ്കിൽ പോലും അത് ആ ഒരു സേവനം. അതുപോലെ ഇതൊക്കെ നമ്മുടെ രാജ്യത്തിന് വേണ്ടി ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതൊരു നമ്മുടെ ഒരു സേവനമുണ്ട്, സർവീസാണ്. ഇതിൽ കൂടെ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ കോൺസെൻട്രേഷൻ മൊത്തം ഇതിലായിരിക്കും, വേറെ ഒന്നിലേക്കും ഡൈവേർട്ട് ചെയ്യില്ല, അത്രേ ഉള്ളൂ. പക്ഷെ ഇവിടെ തീർന്നില്ല, ഒരു ചെറിയ സർപ്രൈസും കൂടെ ഉണ്ട്. അതിനായിട്ട് ഞാൻ അജി സാർ സർപ്രൈസ് കൊടുക്കാൻ റെഡിയാണോ? ശ്വേത ചേച്ചിക്കുള്ള ഒരു സർപ്രൈസ് അല്ലേ? തീർച്ചയായിട്ടും പറഞ്ഞോ. ശതമാന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്ന് പറയാമോ? വലിയ സർപ്രൈസ്. ഞാൻ ആ ഒരു ദിവസം പറയാനാ. 23rd April 1974. അത് ഏത് ദിവസമാണെന്നുള്ളത് കലണ്ടറിന് സഹായമില്ലാതെ ആ ഇയറിൽ ഈ പറഞ്ഞ 23rd of April ഏത് ദിവസമാണെന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു മേഡം ജനിച്ചത് ട്യൂസ്ഡേ ആണ്. ആണോ? അപ്പം മേഡത്തിന് ഞാൻ ഒന്ന് വരാം മേഡം. ഓ, ചേച്ചിക്ക് വേറൊരു സർപ്രൈസും കൂടെ ഉണ്ട്. വായു ചേച്ചി. ചേച്ചി ഏത് ദിവസമാണ് ജനിച്ചെന്നുള്ളതാണ് ഇപ്പൊ പറഞ്ഞത്. ഇപ്പൊ പ്രഡിക്റ്റ് ചെയ്തല്ല, പറഞ്ഞത് കറക്റ്റ് ആണ്, ട്യൂസ്ഡേ എന്നുള്ളത്. ഇനി ആ ട്യൂസ്ഡേയുടെ പിന്നിലുള്ള മറ്റൊരു സർപ്രൈസ് ലത്തീഫ് സാറിന്റെ കയ്യിലാണല്ലോ. സർപ്രൈസ് വാഷിംഗ് മെഷീൻ എനിക്കുള്ളതാണ്, ഞാൻ എടുത്തു അതിന്റെ പേറ്റന്റ്. ഞങ്ങളെ ഗിന്നസ് അസോസിയേഷൻ ഞങ്ങളെ ഇത്രയും പേരെയും ജീവിതം മൊത്തം ഓർത്തിരിക്കാൻ വേണ്ടി ഞങ്ങളൊരു ചെറിയൊരു ഉപഹാരം. ഇത് എല്ലാ നോട്ടുകളിലും 74 ഉണ്ട്. അത് മാത്രല്ല 23 ഉണ്ട്, 04 ഉണ്ട്, 9. സോ 23, 04, 74 ആ സീരീസ് വെച്ചിട്ട് എല്ലാ നോട്ട്സ്. ചേച്ചിയുടെ ബർത്ത് ഡേറ്റ് വെച്ചിട്ടുള്ള സീരീസ് ആണ് നമ്മുടെ ഈ നോട്ടിലുള്ളത്. അടിപൊളി. ഇതിന്റെ ഒരു ഭാഗ്യമുണ്ട് ചേച്ചി, ചേച്ചിക്ക് മാത്രമല്ല ഇത് കിട്ടിയിരിക്കുന്നത്. ലത്തീഫ് സാർ ഇതുപോലെ ഒരാൾക്കും കൂടെ കൊടുത്തിട്ടുണ്ട്. ആർക്കാന്നറിയോ? അതും ഒരു താരത്തിനാണ് കൊടുത്തിരിക്കുന്നത്. ആ താരം സ്റ്റാറിനെ പോയി ടച്ച് ചെയ്ത് വന്നിട്ടുള്ള ഒരു താരത്തിനാണ് കൊടുത്തിരിക്കുന്നത്. സുനിത വില്യംസ്.
അപ്പം സുനിത വില്യംസിനും ശ്വേതാ മേനോനും കയ്യിലിരിക്കുന്ന ഇപ്പൊ എന്താണ്? ഡേറ്റ് ഓഫ് ബർത്തിന്റെ അതേ സീരീസിലുള്ള നോട്ടുകളാണ് കിട്ടിയിരിക്കുന്നത്. ഹാപ്പി ആയില്ലേ? സർപ്രൈസ്. ഇതിന് എന്നാ വേണം? സ്നേഹം വാരിക്കോരി നോട്ടുകളുണ്ട്. Shweta Menon, first female president of the Association of Malayalam Movie Artists, Amma. എന്ന് ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു ഗിഫ്റ്റ്. I know. താങ്ക് യു സോ മച്ച് സർ. അപ്പൊ നമുക്കിനി ബാക്കി കലാപരിപാടികളുണ്ട്. എല്ലാ മെയിനുകളും ഇവിടെ ഉണ്ട് ചേച്ചി. എലീന, ആ തുണി പിഴിഞ്ഞുകൊണ്ട് ആശയെ കൊണ്ടിടും. അയ്യോ അത് ചെയ്യാവേ. ഒരു സെക്കൻഡ്. അതിന്റെ മുമ്പ് ക്യൂട്ടി ദ ബ്യൂട്ടീസ് ഓഫ് ഇന്നത്തെ മെയിൻ ആരാന്നുള്ള ചോദ്യ ചിഹ്നത്തിൽ നമ്മൾ നിൽക്കാണ്. ആർക്ക് കൊടുക്കും? എല്ലാരും മെയിൻ ആണ്. Akhil. ചേട്ടൻ കേട്ടത് ക്ലൗണ്ണാ. ഈ വേദിയില് സ്വന്തം റെക്കോർഡ് ബ്രേക്ക് ചെയ്ത ആളാണ്. ഐ എം ഷുവർ എല്ലാവർക്കും മനസ്സിലായി. Congratulations! Cutie the Beauties of ഇന്നത്തെ മെയിൻ അജിത് sir. Cutie the Beauty Soap ഇന്നത്തെ മെയിൻ കഴിഞ്ഞിട്ടില്ല. ഒരു സന്തോഷം കൂടി ഉണ്ട്. ചേച്ചി ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പിൽ നൽകുന്ന ഗിഫ്റ്റ് ഹാമ്പറും കൂടെ നൽകേണ്ടതാണ്. താങ്ക് യു.